ആണ് ടാഗ് മാനേജർ. സോ ഗൂഗിൾ ടാഗ് മാനേജർ സെറ്റപ്പ് ചെയ്യണം. ഫസ്റ്റ് സെക്ഷൻ ആണ് ഗൂഗിൾ ടാഗ് മാനേജർ. ഗൂഗിൾ ടാഗ് മാനേജർ ഇത് ബേസിക്കലി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെവലപ്പർ പോലെയാണ് ഇത്. ബേസിക്കലി എനിക്ക് എന്തെങ്കിലും കോഡ് എന്റെ വെബ്സൈറ്റിനകത്ത് ഇടണമെങ്കിൽ നോർമലി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ എനിത്തിങ് ഐ നീഡ് ടു പുട്ട് ഓൺ മൈ വെബ്സൈറ്റ്, നോർമലി ഞാൻ എന്താ ചെയ്യാതെ എനിക്ക് ഡെവലപ്പറിന് അയച്ചു കൊടുക്കും. സോ ഡെവലപ്പർ അത് കണക്ട് ചെയ്യും, ആ സൈറ്റിനകത്ത് ഇടും, പിന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യും, ഞാൻ അത് ഇട്ട് തരും. ബട്ട് എല്ലാം കമ്പനിനകത്ത് എപ്പോഴും നമുക്ക് ഡെവലപ്പറായിട്ട് കണക്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റത്തില്ല. എവറി ടൈം നമുക്ക് ഡെവലപ്പറിനെ കാണിച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. അങ്ങനത്തെ സിനാരിയോയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് we can use our developer. This is our developer, Google Tag Manager. ആ Google Tag Manager നമ്മൾ യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നതാണ്, സൈറ്റ്സ് എല്ലാം കണക്ട് ചെയ്യും. ഓക്കെ, സോ ഗൂഗിൾ ടാഗ് മാനേജറിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ്. ഇതെല്ലാം ഗൂഗിളിന്റെ പ്രൊഡക്ട്സ് ആണ്. സോ ദർ ഇസ് നോ സ്പെഷ്യൽ കോസ്റ്റ് ഓർ സംതിങ്, നത്തിങ് ഇസ് ദർ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഏത് വെബ്സൈറ്റ്സും ആണെങ്കിൽ നമുക്ക് കുറച്ച് ബേസിക് ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് കംപ്ലീറ്റ് എന്താ ചെയ്യണം, നമ്മൾ നമ്മുടെ സൈറ്റിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റേജിനകത്ത് നമുക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് അതാണ്. So first let's create an account. So Google Tag Manager nathu vannittu or account create cheya. Click on account. So account name, so normally nammada domain inde പേര് എന്താണ് അതിന്റെ നെയിമിന്റെ പുറത്താണ് നമ്മൾ അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്യാറ്. So https ഒന്നും പറ്റത്തില്ല, no symbols. So you need to only connect this. Country you can give whichever country you are planning to put this website. So do you want share data with Google anonymously? I personally prefer, because Google ne data get to Google is not going to share with anyone. Anyway, Google ne data onno velli privacy onnilla. So I only like give Google to get the data കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി, പിന്നെ ഇൻഫർമേഷൻ നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ബെറ്റർ ഇൻഫർമേഷൻ കിട്ടും. സോ ദാറ്റ് ഇസ് ദ ഓൺലി റീസൺ. ഇവിടെ നമുക്ക് ഡൊമൈൻ ഇടാം. സോ ബേസിക്കലി യു നീഡ് ടു പുട്ട് വിതൗട്ട് URL. HTTPS ഒന്നും പറ്റൂല. സോ വെബ് ആണ്, നമ്മളിപ്പം വെബിനകത്തോട്ടാണ് ഇടുന്നത്. ഈ ടാഗ് മാനേജർ നമുക്ക് യൂസ് iOS യൂസ് ചെയ്യാം, ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യാം, MP യൂസ് ചെയ്യാം, സർവർ റേഞ്ചിൽ യൂസ് ചെയ്യാം. ബട്ട് എനിക്കിപ്പോ യൂസ് ചെയ്യേണ്ട വെബിന്റെ സെക്ഷനിനകത്താണ്. ഐ വിൽ ക്രിയേറ്റ് എ വെബ്. ഇനിയിപ്പോ പോളിസീസ് ആണ്. ഐ നീഡ് ടു കം ആൻഡ് അക്സെപ്റ്റ് ദിസ്. സോ ദീസ് ആർ ദ തിങ്സ് ഐ നീഡ് ടു അക്സെപ്റ്റ് ആൻഡ് സബ്മിറ്റ്. സോ ഇവിടെ യെസ് ഉണ്ട് ഓപ്ഷൻ. ഐ വിൽ ജസ്റ്റ് ക്ലിക്ക് ദാറ്റ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റ് ഓഫ് കോഡ് വരും. ഈ ടാഗ് മാനേജർ നമ്മുടെ പേജ് ആയിട്ട് ഇനി എന്താ ചെയ്യണം, കണക്ട് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യണം. സോ ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റേജ്. സോ ഈ രണ്ട് കോഡ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് വരണം. അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനകത്ത് വരണം. ഇത് വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റിനകത്ത് ഇപ്പം ഒന്നും ചെയ്തിട്ടില്ല, ഫ്രഷ് വെബ്സൈറ്റ് ആണ്. ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ചെയ്താൽ എങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ദെൻ നമുക്കിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടാഗ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം വന്നിട്ട് നമുക്കൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ബേസിക്കലി എനിക്ക് കോഡിനകത്ത് കയറിയിട്ട് ചെയ്യാം, ബട്ട് ഐ അവോയ്ഡ് അൺനെസസറി കോഡിനകത്ത് കളിക്കാൻ, ബിക്കോസ് നമ്മുടെ വെബ്സൈറ്റ് മൊത്തം ഡിസൈന് പോകും. അതുകൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തോട്ട് ഇൻവോൾവ് ആവാതെ സ്പെസിഫിക് പേജസ് ആണ് നമുക്ക് ആവശ്യമുള്ള ആക്ഷൻസിന് വേണ്ടി മാത്രം നമ്മൾ പ്ലഗിൻസ് ഫൈൻഡ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ ഇപ്പം വേണ്ടത് എന്താണ്, ഒരു പ്ലഗിൻ വേണം, ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫുട്ടർ. ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫുട്ടർ. ഹെഡർ ആൻഡ് ഫുട്ടർ ഇതാണ് പ്ലഗിൻ നമ്മൾ നോക്കുന്നത്, ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫുട്ടർ. സോ ഇത് ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫുട്ടർ ഫോർ WP ബിഗിനർ. ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാൾ ആയ ഏതാണ് ജസ്റ്റ് നോക്കിയാൽ മതി. ബേസിക്കലി ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫുട്ടർ WP ബിഗിനർ ഇൻസ്റ്റാൾ. നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാണ് ഈ പ്ലഗിന്. ഇതിന്റെ യൂസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ടാഗ് മാനേജർ സെറ്റപ്പ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് കോഡ് വന്നിട്ടുണ്ട്. ഈ കോഡ് അവിടെ കൊണ്ടുപോയി ഇടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്തത്. ഇവിടെ നമ്മൾ വന്നാൽ WP ആക്ടിവേറ്റ് ആക്കണം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആക്ടിവേറ്റ് ആക്കണം. സോ ഈ വേർഡ്പ്രസിന്റെ ഒരു യൂസിന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്ലഗിൻസ് കിട്ടും. സോ നമുക്ക് ഡെവലപ്പർ അല്ലെങ്കിലും നമുക്ക് ഒരുപാട് ഫംഗ്ഷനാലിറ്റി പ്ലഗിൻ വെച്ചിട്ട് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇൻസ്റ്റാൾ പ്ലഗിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇൻസ്റ്റാൾ ചെയ്ത ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫുട്ടർ ആണ്. അത് നമ്മുടെ സെറ്റിംഗ്സിനകത്ത് ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫുട്ടർ വന്നിട്ടുണ്ടായിരിക്കും. സോ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാം ഇൻസേർട്ട് ഹെഡർ ഫുട്ടർ. ഇതിപ്പോ ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫുട്ടർ തുറന്നു വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ടാഗ് മാനേജറിന്റെ ഈ കോഡ് കോപ്പി ചെയ്യുക. ഫസ്റ്റ് കോഡ് കോപ്പി ചെയ്യുക, ഇൻസേർട്ട് ഹെഡറിനകത്തോട്ട് വരിക, പ്ലേസ് ദിസ്. അതേപോലെ തന്നെ ബോഡി രണ്ടാമത്തെ കോഡ് എങ്ങനെ ഇടാൻ പറയുന്നത്, ഫസ്റ്റ് ഹെഡറിനകത്താണ് ഇടാൻ പറഞ്ഞത്, ഹെഡിനകത്താണ് ഇടാൻ പറഞ്ഞത്. സെക്കൻഡ് അവർ പറയുന്നത് ബോഡിയിൽ ഇടാൻ വേണ്ടിയാണ്. സോ രണ്ടാമത്തെ കോഡ് നമ്മൾ കോപ്പി ചെയ്ത് ഇടുന്നത്, അത് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താ ചെയ്യും, നമ്മുടെ ബോഡിയിൽ ഇതിനെ പ്ലേസ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ ഹെഡർ ആൻഡ് ബോഡി, രണ്ട് സെഗ്മെന്റിനകത്തായി. ഫുട്ടറിലൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഫുട്ടറിനകത്തൊന്നും ചെയ്യാൻ പോകുന്നില്ല. ലെറ്റ്സ് സേവ് ഇറ്റ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ടാഗ് മാനേജറിന്റെ ഫസ്റ്റ് പ്രോസസ് കംപ്ലീറ്റ് ആയി, നമ്മൾ കോഡ് എല്ലാം ഇട്ട് സേവ് ചെയ്ത്
ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിനെ പബ്ലിഷ് ചെയ്യണം, സബ്മിറ്റ് ആൻഡ് പബ്ലിഷ് ചെയ്യണം. സോ കം ഹിയർ, ക്ലിക്ക് ഓൺ ദ സബ്മിറ്റ് ആൻഡ് പബ്ലിഷ്. ഇതെന്താണ് പറഞ്ഞാല് നമ്മുടെ വെബ്സൈറ്റ് ഇത് ഇവിടെ കണ്ടിന്യൂ നിൽക്കുക. നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിൾ ടാഗ് മേജർ ആയിട്ട് കണക്ട് ആയി. ടാഗ് മേജർ ഇപ്പൊ എന്താണ്, നമ്മുടെ ഡെവലപ്പർ ആണ്. എന്ത് കോഡ് വേണമെങ്കിൽ നമുക്ക് ഡെവലപ്പറിനോട് പറഞ്ഞാൽ മതി. സോ നൗ വി ആർ ഗോയിങ് ടു വാട്ട് എവർ കോഡ് വി ആർ ഗോയിങ് ടു ഇൻസ്റ്റാൾ ഇൻ അവർ വെബ്സൈറ്റ്. ഇനി നമ്മൾ മാനുവൽ ആയിട്ട് വന്നിട്ട് ഇൻസേർട്ട് ഹെഡർ ഫുട്ടറിനകത്തൊന്നും കോഡ് ഇടേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദ മോർ കോഡ് യു പുട്ട്, ഈ ലോഡ് ചെയ്യാൻ അത്ര സമയം എടുക്കും. സോ ടാഗ് മേജർ എന്ന് പറഞ്ഞാൽ ഒരു കോഡ് ഇട്ടാൽ മതി, ബാക്കിയെല്ലാം കോഡ് ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ ഫയർ ചെയ്യും. സോ അങ്ങനത്തെ സിനാരിയോയിൽ നമുക്ക് എന്താ സ്പീഡ് എന്താ പറയുക, ലോഡിംഗ് ടൈം കൂട്ടാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ ടാഗ് മേജർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈസി ടു മാനേജ് ആണ്, നമുക്ക് ഒരുപാട് ഫംഗ്ഷനാലിറ്റി ടാഗ് മേജർ തന്നെ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് വെരി ഇഫക്റ്റീവ് ആണ് ഒരു മാനേജിങ് പ്രോസസ്. സോ ഇത്രയുള്ള ടാഗ് മേജർ സെറ്റപ്പ് ആയി. ഇനിയിപ്പോ നമ്മൾ വർക്ക് സ്പേസിനകത്ത് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ചെക്ക് ദാറ്റ് ഇത് വർക്കിംഗ് ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, യു ക്യാൻ ക്ലിക്ക് ഓൺ ദ പ്രിവ്യൂ. വർക്ക് സ്പേസിനകത്ത് തിരിച്ച് വന്നിട്ട് യു ക്യാൻ ക്ലിക്ക് ഓൺ ദ പ്രിവ്യൂ. സോ പ്രിവ്യൂല് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൊമൈൻ കണക്ട് ചെയ്യാൻ വേണ്ടി പറയും, ആ വെബ്സൈറ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയും. സോ യു ക്യാൻ കം ഹിയർ, യു ക്യാൻ കോപ്പി യുവർ ഡൊമൈൻ നെയിം. ഏതാണ് ഡൊമൈൻ നെയിം കോപ്പി ചെയ്യുക, ഇവിടെ URL അടുത്ത് അത് ഇടുക, കണക്ട് ചെയ്യുക. ഇത് വർക്കിംഗ് ആണെങ്കിൽ ഇറ്റ് വിൽ ഷോസ് ദാറ്റ് ഇറ്റ്സ് കണക്റ്റഡ്. സോ ഇതിപ്പം ഇവിടെ ഒരു താഴെ ഒരു ബോക്സ് വരും. ലെറ്റ് മീ റിമൂവ് ദിസ് ഇമേജ്. യു ക്യാൻ സീ ദാറ്റ് ടാഗ് അസിസ്റ്റന്റ് കണക്റ്റഡ്. കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് വർക്കിംഗ് ആണ്. അതേപോലെ തന്നെ ഒരു എന്താ പറയുക, ഗൂഗിളിനകത്ത് ക്രോം ബ്രൗസറും കൂടെ ഉണ്ട്. where you can come here, web store, tag assistance. So just search for tag assistant. So idana tag assistant. This extension aanu, Chrome extension aanu. Idu namakku install cheya site nathottu. Add to Chrome, add extension. Done. Enable. ഇനി നമ്മൾ സൈറ്റ് വന്നിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ എക്സ്റ്റൻഷൻസ് ഇവിടെ പോയി കാണും. സോ ആ എക്സ്റ്റൻഷൻ ഒന്ന് പിൻ ചെയ്യാം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്താൽ ഇനേബിൾ, റീസ്റ്റാർട്ട് ചെയ്താൽ ഇപ്പൊ ഇവിടെ 1 എഴുതി വരുന്നുണ്ട്. സോ ഇപ്പൊ ഇവിടെ ഗൂഗിൾ ടാഗ് മാനേജർ ഫയർ ആയിട്ടുണ്ട്. സോ വെൻ യു സീ ഗൂഗിൾ ടാഗ് മാനേജർ ഫയർ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രീൻ ആയിട്ട് കാണിക്കും. സോ ദാറ്റ് ഇസ് ദ തിങ് ആണ്. ഇത് എക്സ്റ്റൻഷൻ ആണ്. ചില സമയത്ത് കുറച്ച് എക്സ്ട്രാ കാണിക്കാറുണ്ട്. ഇപ്പൊ ഇത് 2 ടാഗ് മാനേജർ എല്ലാം കാണിക്കുന്നുണ്ട്. ബട്ട് ദർ ഇസ് ഓൺലി 1 ടാഗ് മാനേജർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് ദ തിങ് ആണ്. ഇവിടുന്ന് നമുക്ക് നോക്കാം, അവിടുന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോ ഒരു ടാഗ് മാനേജർ ആണ് ഫൈൻഡ് ചെയ്തേക്കുന്ന ഈ പർട്ടിക്കുലർ കോഡാണ് വന്നേക്കുന്നത്. So that is the first section, tag manager നമ്മൾ ചെയ്തേക്കുന്ന ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത സെക്ഷൻ ആണ് ടാഗ് മാനേജർ.